ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര നേരം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല കേട്ടോ. കെട്ടി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവൾ അത് ഊരിടും. മെയിൻ പരിപാടി അതാണ്. അപ്പം നമ്മളതാ യാത്ര പോവുകയാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വന്നത് ഡ്രസ്സിൻ്റെ കടയ്ക്കാട്ടോ. കാടാമ്പുഴയുള്ള കടയാണത്. RDSൻ്റെ കുത്താമ്പുള്ളി കൈത്തറി കടയാണ്. വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സെറ്റ് മുണ്ടായാലും സെറ്റ് സാരി ആയാലും അതേപോലെ ധാവണി, ഉടുപ്പ്, കുട്ടികൾക്കുള്ള ഉടുപ്പ്. ഇവക്കൊരു ഉടുപ്പ് ഞാൻ മേടിച്ചു. ബാക്കിയുള്ളതൊക്കെ ചെറുതാണ്. അപ്പോൾ അധികം ചെറിയ ഉടുപ്പുകളേ ഉള്ളൂ. അപ്പോൾ ആകെ ഒരു ഉടുപ്പ് കിട്ടിയിരുന്നു. അപ്പോൾ അതെടുത്തു ഞങ്ങൾ. പിന്നെ അവർക്ക് എന്തൊക്കെയോ മേടിക്കാണ്ടായിരുന്നു, അവരതെടുത്തു. അപ്പോൾ നമ്മൾ ചെറിയ ആൺകുട്ടികൾക്കുള്ളതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അത് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ ഇല്ല പറഞ്ഞു. വലിയ ജെൻസിനൊക്കെ ഉള്ളതുണ്ട്. ജെൻസിന് എല്ലാവർക്കും ഉള്ളതുണ്ട്. ചെറിയ ആൺകുട്ടികൾക്കുള്ളതില്ല. അപ്പോൾ നമ്മൾ ധാവണിയൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞാൻ പിന്നെ മേടിക്കാൻ വിചാരിച്ചു. അപ്പോൾ വേറൊരു ദിവസം വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മളങ്ങനെ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ അതാ നമ്മളെ കൺമണി ഉറങ്ങിട്ടോ. ഉച്ചമയക്കത്തിലാണ്. അല്ലെങ്കിൽ ഉറങ്ങുക തന്നെയില്ല. വണ്ടിയിലൊക്കെ കയറുകയെന്ന് വെച്ചാൽ മിക്ക കുട്ടികളും അങ്ങനെ തന്നെയാവും. ആരുട്ടനായാലും ഇവളും ഒക്കെ ഉറങ്ങും. കുട്ടികളൊക്കെ അങ്ങനെ ആവുന്നുണ്ട്. വണ്ടിയിൽ കയറി അപ്പോൾ ഉറങ്ങും തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഉറങ്ങി. പിന്നെ അതാ നമ്മളെ ആരതിൻ്റെ പരിപാടിയില്ലേ, തിരുനാവായയിൽ. അപ്പോൾ അതിനുള്ള നല്ല തിരക്കാണ് കേട്ടോ. നല്ല തിരക്കാണ്. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. നമ്മൾ പോയില്ല, കാരണം ചെറിയ കുട്ടികളല്ലേ, അവരേറ്റൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. ഇവളേറ്റ പ്രത്യേകിച്ച്. അപ്പോൾ അത്രയും തിരക്കം. റോഡിലൊക്കെ കണ്ടില്ലേ, നിറയെ വണ്ടിയാണ്. അങ്ങനെ നമ്മൾ പോണ സമയത്ത് ഇവക്ക് വിശക്കുണ്ട് പറഞ്ഞു. വൈകുന്നേരമൊക്കെ ആയപ്പോൾ വൈകിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കട കാണാമെന്ന് വെച്ചാൽ നിർത്താൻ വിചാരിച്ചു. അപ്പോൾ നമുക്കിങ്ങനെ കട കണ്ടപ്പോൾ നിർത്തി. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ എന്താ ഷോപ്പിലെത്തി. അവിടെ വന്നപ്പോഴാണ് കുറേ ഐറ്റംസ് ഉണ്ട്. അതിലിതാ ബൺമസ്കയാണ് ഞാൻ കണ്ടത്. ഈ ബൺമസ്ക എന്ന് പറഞ്ഞ സാധനം ഞാൻ കേട്ടിട്ടുള്ളൂ, കഴിച്ചിട്ടില്ല. കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പക്ഷെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബൺമസ്ക എന്തായാലും ട്രൈ ചെയ്യണമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ബൺമസ്ക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചു. ആ സങ്കടത്തിൽ ഞാൻ ഒന്നും കൂടി ഓർഡർ ചെയ്തു. ഇത് അവളുടെ ബ്രെഡിലുള്ള ഇത് അവൾക്ക് മേടിച്ചാട്ടോ. ബ്രെഡിൻ്റെ ഉള്ളിൽ ക്രീമാണെന്ന് അവർ പറഞ്ഞത്. ഞാൻ ചോദിച്ചാൽ എന്താ സംഭവമെന്ന്. അപ്പോൾ ക്രീമാണെന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൂച്ചസാറന്മാരപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് ഇട്ട് കൊടുത്തു. പാവല്ലേ. അങ്ങനെ പൂച്ചകളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒന്നും കൂടി ഓർഡർ ചെയ്ത് വന്നു. അതും കഴിച്ചു. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്കാട്ടോ പോണേ. വീട്ടിലെത്തിയപ്പോഴുള്ള അവളെ കലാപരിപാടികളാണ്. ഇതെന്താ സംഭവം? ഇത് നോക്കൂ, ആ ക്യാമറയിലൊക്കെ ഒന്ന് നോക്കൂ. ഇതൊക്കെ ആരാ വരച്ചത്? ഇതെന്ത് പൊട്ടാ നോക്ക്. അയ്യേ, ആരെങ്ങനെ പൊട്ടിട്ട്? അങ്ങനെ ഒന്നല്ലല്ലോ പൊട്ടിട്ട്. അങ്ങോട്ട് നോക്ക്, എന്നെ തന്നെ നോക്ക്. ആ ക്യാമറയ്ക്ക് നോക്ക്. അയ്യേ, പേടിയാവുന്നുണ്ട് കേട്ടാ. ഭൂതാണോ? ഭൂതം കണ്ണെഴുതിയാണ്. നോ പറഞ്ഞില്ലേ? നോ പറഞ്ഞ വേണ്ടെന്നാണ്. അങ്ങനെ നമ്മൾ വന്ന ക്ഷീണമൊക്കെ തീർത്ത് കുറച്ച് നേരം ഇരുന്നു.
അപ്പോഴത്തേക്ക് അവൾക്ക് വിശന്നു. അപ്പോൾ ഞാൻ മുട്ട ഇട്ടിട്ടുള്ള ചോറുണ്ടാക്കാൻ വിചാരിച്ചു. അതിന് നമ്മളിതാ മുട്ടച്ചോറ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഭക്ഷണം അവൾക്ക് നല്ല ഇഷ്ടമാണ്. കറിയൊന്നും വേണ്ട, ഇതന്നെ മതി. ഇതിക്ക് കുറച്ച് ചോറിട്ടാൽ അവൾ കഴിക്കും. അപ്പോൾ വിശക്കുണ്ടെന്ന് പറഞ്ഞ് അച്ഛനുണ്ടാക്കിയപ്പോൾ ഞാൻ ഈ ചോറാക്കി. അപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണമാകുമ്പോൾ അവൾ ഇഷ്ടം പോലെ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല. അപ്പോൾ എന്തായാലും വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചെന്ന്. ഇതാകുമ്പോൾ കറീൻ്റെ ആവശ്യമില്ല, ഈസിയാണ് ഉണ്ടാക്കാനും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കലുമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഈ ചോറുണ്ടാക്കി ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരാം. ബൈ. കഴിയോ?